മലബാറിൻ്റെ സാംസ്കാരിക രാഷ്ട്രീയ ചരിത്രത്തിലൊക്കെ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു മൂകസാക്ഷിയാണ് ചാലിയാർ. ചാലിയാറിൻ്റെ തീരത്താണ് അങ്ങയുടെ ഭവനം, അങ്ങയുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ആരംഭം. അപ്പോൾ ദൂരെ നിന്ന് കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ട് അങ്ങയുടെ. അപ്പോൾ എങ്ങനെയാണ് ഈ മാവൂർ ഗോളിയോർ കൗൺസിലെ തൊഴിലാളിയായതുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തകനായി മാറിയതാണോ? എങ്ങനെയാണ് അങ്ങ് ഈ യഥാർത്ഥത്തിൽ ഞങ്ങൾ ഞങ്ങൾ ഈ പുഴ ഞങ്ങളുടെ ഒരു എന്താ പറയുക ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. നമ്മളിപ്പോൾ ഇരിക്കുന്ന പുഴയുടെ പക്കത്ത് ആണ് എൻ്റെ വീട്. ഈ പുഴയിൽ കളിച്ച് വളർന്നു വരാം. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ മണിക്കൂറുകളോട് ഈ പുഴ കിടക്കും. പിന്നെ വീട്ടിൽ നിന്ന് ആരും വന്ന് ചെവിയൊക്കെ പൊക്കി പിടിച്ച് കൊണ്ടുവന്നതാണ്. അപ്പം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ഈ കുട്ടിക്കാലത്തിൻ്റെ ഏറ്റവും വലിയ ഓർമ്മ ഈ പുഴയും ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഞാനൊരു കഥ തന്നെ എഴുതിയിട്ട്, കഥയല്ല ഒരു സംഭവം, നദിയുടെ സങ്കടങ്ങൾ. മാധ്യമം വാരികയാണ് അത് പ്രസിദ്ധീകരിച്ച്, വാരികല വാരാന്ത്യപ്പതിപ്പ്. ഈ നദീൻ്റെ അന്നത്തെ കാലം ഇന്നത്തെ കാലം. അപ്പോൾ ആ നദി എന്ന് പറയുന്നത് അന്ന് ഇങ്ങനെയൊന്നുമല്ല, ഇതിനേക്കാളും സമൃദ്ധമായിരുന്നു. ഇഷ്ടംപോലെ മീൻപിടുത്തക്കാരുണ്ടായിരുന്നു. ഈ പുഴയിൽ നമ്മൾ ഇന്ന് ഈ കാണുന്ന തോണിയൊക്കെ അങ്ങനത്തെ തോണിയുള്ള സാധനമായിട്ട് മലഞ്ചരക്ക് സാധനങ്ങൾ, വാഴക്കൊല മറ്റ് കോഴിക്കോട്ടേക്ക് പോകും. തിരിച്ച് കോഴിക്കോട്ടിൻ്റെ സാധനം വാങ്ങി പുഴയിൽ കൂടെ വരും. അന്ന് ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിച്ച ചാലിയത്താണ്. ഈ ബോട്ടിനാണ് പോകുക. ഇവിടുന്ന് അങ്ങോട്ട് പോകണം. ചാലിയത്ത് പോയി പഠിച്ചു 4 മണിക്കൂർ വേണം അവിടെ നിന്ന് ഇങ്ങോട്ട്. ഇവിടുന്ന് അങ്ങോട്ടാണെങ്കിൽ 2-2.5 മണിക്കൂർ വേണം. അപ്പോൾ അങ്ങനത്തെ ഒരു കാലമുണ്ട്. യഥാർത്ഥത്തിൽ ഈ പ്രദേശം ഒരു കമ്പനിയുടെ തൊഴിൽ സംസ്കാരം, തൊഴിലാളികൾ, അങ്ങനെ ഒരു മലബാറിലെ ഏറ്റവും ആദ്യത്തെ 50കളിൽ തന്നെ അങ്ങനെ ഒരു കൾച്ചറുള്ളൊരു നാടാണല്ലോ. അതാണ് കൾച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ പൂർണ്ണമായി ശരിയായി. കാരണം എന്താ, ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് സ്കൂളൊക്കെ വിട്ട് വന്ന കാലത്ത് ഞങ്ങളുടെയൊക്കെ ആകെ വലിയ സ്വപ്നം ഇതിലൊരു ജോലി കിട്ടുകയാണ്. അതായത് അന്ന് പേപ്പറിലൊക്കെ ഉണ്ടാവും തൂപ്പുകാരന് 500 രൂപ ശമ്പളം, അങ്ങനത്തെ കാലമുണ്ട്. അപ്പം എൻ്റെയൊക്കെ ഒരു ജീവിതാഭിലാഷം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഈ കമ്പനിക്ക് ജോലി കിട്ടാം. അങ്ങനെയുള്ള ഒരു കാലം അങ്ങനെ വന്ന് ശരിക്കും പറഞ്ഞാൽ ഇവിടെ എനിക്ക് ജോലി കിട്ടിയെന്ന് പറയുന്നത് വർക്കറായിട്ടാണ്, മറ്റേ സ്റ്റാഫൊന്നും ആയിട്ടല്ല. ഞങ്ങൾ ക്വാളിഫൈഡ് അല്ല, അത്രയും ക്വാളിഫൈഡ് ഒന്നുമല്ല. അപ്പോൾ വർക്കറായിട്ട് ജോലി കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ഷിഫ്റ്റിൽ വർക്ക് ചെയ്ത ആളാണ് ഞാൻ. ഒരു 10-20 വർഷം കമ്പനിയിൽ ഷിഫ്റ്റിൽ ജോലി ചെയ്തു. രാത്രി 11 പൂർത്തീകരിച്ച് SLC കഴിഞ്ഞിട്ട് വന്നു, കമ്പനി കയറി. അങ്ങനെ വന്നപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ പൊളിറ്റിക്സിലേക്ക് ഞങ്ങളുടെ പാർട്ടി സംവിധാനത്തിൽ യൂത്ത് വിദ്യാർത്ഥി ഇതിലൂടെ വന്നവരാണ്. പക്ഷെ ഞാൻ വേറെ ഈ സ്ട്രീമിൽ ട്രേഡ് യൂണിയൻ കൂടെ വന്നു. ഞാൻ വരുന്ന സമയത്ത് ഇവിടെ അന്ന് AITC ആണ്. CITU AITC ആയിട്ട് പിരിഞ്ഞിട്ടില്ല. AITUCയിലാണ് ഇടതുപക്ഷ ഇതൊക്കെ ഉള്ളത്. പിന്നെ AITC ഇപ്പോൾ ഇരുന്ന് CITU ആയി, INTUC അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങളുടെ യൂണിയൻ കയറി വരുന്നു. അങ്ങനെ ഈ ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിലൂടെ വന്നപ്പോൾ എൻ്റെ മുന്നോട്ടുള്ള മാർഗ്ഗം കുറച്ചുകൂടി എളുപ്പമായി. മറ്റ് യുവ നേതാക്കന്മാർ വരുന്നതിനേക്കാൾ സ്പീഡായി. അങ്ങനെ വന്നപ്പോൾ അതിലൂടെ വന്നിങ്ങനെ പെരുങ്ങളത്ത് ആദ്യമായിട്ട് ഇലക്ഷൻ 88 കാലഘട്ടത്തിൽ വന്നു. അന്ന് നമ്മൾ ഇടതുപക്ഷ മുന്നണിയാണ്. ഞങ്ങൾ അവിടെ നമ്മൾ കാണുന്ന അവിടെ ഒരു മില്ലുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ CITU ഓഫീസിൽ നിന്ന് കരീമ് വരും രാത്രി, ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് വരും. എന്നിട്ട് ആ മില്ലിൽ ഇരുന്നിട്ട് ഞങ്ങൾ ഒരുപാട് ചർച്ചയൊക്കെ ചെയ്ത് അങ്ങനെയാണ് സ്വഭാവം. കാരണം ഞങ്ങൾ അയൽക്കാരായിരുന്നു. നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വന്നു പാർട്ടിക്കൊക്കെ. അത് യഥാർത്ഥത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അതിലൊരു ഗ്യാപ്പ് വന്നതിന് ശേഷമാണ് ഞാൻ സജീവമാകുന്നത്. അതായത് ഈ മലബാർ എലിമെൻ്ററി അധ്യാപക യൂണിയൻ്റെ രൂപീകരണ നേതാക്കളിൽ ഒരാളായിരുന്നു എൻ്റെ പിതാവ്. പെരിന്തൽമണ്ണയിൽ വള്ളുവനാട് താലൂക്കിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ EP ഗോപാലൻ്റെ ഒക്കെ സഹപ്രവർത്തകൻ. EP ഗോപാലൻ പെരിന്തൽമണ്ണ MLA ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിലാണ് കുറച്ച് പേരൊക്കെ താമസിച്ചിരുന്നത്. പിന്നെ എൻ്റെ അമ്മാവൻ അന്ന് ഈ പെരിന്തൽമണ്ണ പാലക്കാട് ജില്ലയുടെ ഭാഗമാണല്ലോ. ഈ എയർഫോഴ്സിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളണ്ടിയർ ക്യാപ്റ്റനായി വന്നതിൻ്റെ ഭാഗമായിട്ട് അത് മിലിറ്ററിയിൽ അറിഞ്ഞ അദ്ദേഹത്തെ പിരിച്ചുവിട്ടു. അങ്ങനെയൊക്കെയുള്ളൊരു പോലീസ് വെരിഫിക്കേഷൻ വന്ന ജോലിയിൽ നിന്ന് നല്ല ഉദ്യോഗത്തിലായിരുന്നു. പിരിച്ചുവിട്ട്
അതിൻ്റെയൊക്കെ ഒരു കൾച്ചർ. പിന്നെ പെരിന്തൽമണ്ണയിലൊരു ഹോട്ടലുണ്ട്, ഇപ്പോഴും അതുണ്ട്. ഹോട്ടൽ കൃഷ്ണൻ നായർ ഹോട്ടൽ എന്നറിയപ്പെടുന്ന ഹോട്ടൽ. അത് പാർട്ടിയുടെ ഒരു ഷെൽട്ടറായിരുന്നു, അമ്മാവിൻ്റെ ഹോട്ടലായിരുന്നു. 10-15 റൂം അതിൽ ഇങ്ങനെ പാർട്ടി നേതാക്കൾക്ക് AKG KMPH ബാബയ്ക്കൊക്കെ താമസിക്കാൻ സൗകര്യം ചെയ്ത് കൊടുക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇതിൻ്റെ ഷെൽട്ടർ എന്നിട്ടാണ് പറയുന്നത്. നമ്മൾ ആർ.എൻ. മനോജ് മാഷൊക്കെ വിവാഹത്തിന് ഒരുങ്ങിപ്പോയത് പോലും അവിടെ നിന്നാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കൾച്ചറിൽ നിന്നാണ് വരുന്നത്. പക്ഷേ പിന്നീട് ഒളിവിൽ ഓർമ്മകളൊക്കെ അതിൻ്റെ പശ്ചാത്തലത്തിലുള്ള സംഗതികൾ. അപ്പോൾ അങ്ങനെയുള്ളൊരു കൾച്ചറിൽ നിന്നാണ് പിന്നെ ഞാൻ വരുന്നത്. പക്ഷേ ഇടക്കാലത്ത് പിന്നീട് അമ്മാവനും പാർട്ടിയും തമ്മിൽ ചില പ്രശ്നങ്ങൾ തെറ്റുകയും അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയൊക്കെ ചെയ്തു. അസംബ്ലിയിലേക്ക് സ്വതന്ത്രമായി മത്സരിച്ചു പെരിന്തൽമണ്ണയിൽ, പാലോളി പാർട്ടി സ്ഥാനാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ. അപ്പോൾ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഗ്യാപ്പിൽ നിന്ന് എനിക്കുള്ളൊരു അനുഭവം എന്ന് പറയുന്നത്, ഞാനൊരു 3ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു ദിവസം വീട്ടിന് മുന്നിൽ ഒരു പത്രം ഇങ്ങനെ കിടക്കുകയാണ്. ക്ലാസ് വിട്ട് വന്നപ്പോൾ പത്രത്തിലൊരു സ്ത്രീ ഇങ്ങനെ മൂക്ക് നീണ്ടൊരു സ്ത്രീ വാള് പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അടിയിൽ എഴുതിയിരിക്കുന്നു, പെൺ ഹിറ്റ്ലർ ജനിക്കുന്നു, ഇന്ത്യ അടിയന്തരാവസ്ഥയിൽ. അപ്പോൾ ഒരു ഭാഗം ഒഴിച്ചിട്ടിരിക്കുന്നു. അപ്പോൾ എനിക്കിത് മനസ്സിലാവുന്നില്ല ഇതെന്താണ്. അപ്പോൾ ഞാൻ അച്ഛനപ്പോഴേക്ക് ഈ പാർട്ടി പളർന്നപ്പോൾ മെമ്പർഷിപ്പൊക്കെ പുതുക്കി, അതിൽ നിരാശനായി, പ്രവർത്തനം നിർത്തി 64-ന് ശേഷം. അപ്പോൾ അദ്ദേഹം വന്നിട്ട് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയത് എന്താണ് ഈ അടിയന്തരാവസ്ഥ, എന്താണ് ഈ ഹിറ്റ്ലർ, എന്താണ് ഇങ്ങനെ വാള് കൊടുക്കാൻ കാരണം. അപ്പോൾ അങ്ങനെയാണ് ഈ രാഷ്ട്രീയത്തിൻ്റെ ഒരു ആദ്യ ശ്രദ്ധ എന്ന് വരുന്നത്. പിന്നെ അതിൽ ആഴത്തിൽ വരുന്നത് ഈ അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ടേ അവിടെ നിന്ന് ഈ കെ വേണു ആ ഭാഗത്തൊക്കെ കുറച്ച് സജീവമായിരുന്നു. കെ വേണുവിൻ്റെ ടീമൊക്കെ അവിടെ വർക്ക് ചെയ്തിരുന്നു. അങ്ങാടിപ്പുറത്ത് ബാലകൃഷ്ണൻ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് 3-4 ചെറുപ്പക്കാരെ എൻ്റെ നാട്ടിൽ നിന്ന്, പട്ടിക്കാടാണ് എൻ്റെ അച്ഛൻ്റെ തറവാട്, നമ്മുടെ ഹമീദ് മാഷൊക്കെ വീട്ടിലാണ്. അവിടുന്ന് 3-4 പേരെ പിടിച്ചു കൊണ്ടുവരുന്നു. അവർ 3-4 പേരിൽ ഒരാൾ ഇങ്ങനെ എല്ലാവരും കൂടി അച്ഛനെ കാണാൻ വന്നു. വന്ന് വൈദ്യുതി ഇല്ല വീട്ടിൽ. എന്നിട്ട് അവർ ഈ രാത്രിയിൽ അവരുടെ അനുഭവങ്ങൾ ഇങ്ങനെ പറയുന്നതിൻ്റെ ഇടയിൽ ഒരാൾ എഴുന്നേറ്റിട്ട് ഷർട്ട് വരും, നല്ല 7 അടി ഉയരത്തിലുള്ള നല്ല വെളുത്ത് സുമുഖനായ ചെറുപ്പക്കാരൻ. എന്നിട്ട് പുറം കാണിച്ചത് പുറത്ത് തോലൊന്നുമില്ല, സ്കിന്ന് പോയിരിക്കുകയാണ്. ഈ ചിമ്മിനി വിളക്കിൽ ഇതിങ്ങനെ നോക്കുന്നത് കണ്ടിയാണ്. അയാൾ പിന്നീട് PDPയുടെ നയരൂപീകരണ സമിതിയുടെ ചെയർമാനായ CK ആസീസാണ്. പിന്നീട് അദ്ദേഹം നക്സലൈറ്റ് മാറി, അങ്ങനെ പല രൂപത്തിലും. അപ്പോൾ ആ കാഴ്ച ഭയങ്കരമായൊരു ത്രസിപ്പ് തോന്നി. യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിൽ സജീവമാകണമെന്ന് തോന്നി 5ാം ക്ലാസ് തൊട്ട് തന്നെ പിന്നീട് ഈ പ്രതിഷേധം അങ്ങനെ അങ്ങോട്ട് വർക്ക് ചെയ്ത് പോയി. പിന്നെ ഞാൻ പഠിച്ചത് ഒറ്റപ്പാലത്താണ്, ഡിഗ്രിക്കും. അല്ല, ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഞാൻ ശ്രീരാമകൃഷ്ണൻ്റെ ഈ ടെലിവിഷൻ ചർച്ചകൾ, അതുപോലെ നമ്മുടെ പ്രസംഗങ്ങളൊക്കെ നമ്മൾ കൂടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിലൊരു എന്താ പറയുക, ഒരു തൃഷ്ണാപരമായിട്ടൊരു സംഗതി ഉണ്ട് നിങ്ങളുടെ പ്രസൻറ്റേഷനിൽ. അപ്പോൾ നിങ്ങളെങ്ങനെ നിങ്ങളുടെ ഒരു വായനാശീലം അതുപോലെ സംഗതികൾ എങ്ങനെ, അത് നിങ്ങൾ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം നിങ്ങൾക്ക് ഒരു അങ്ങനെ ഒരു ഇതുണ്ടെന്നാണ്. എങ്ങനെയാണ് വായിക്കാറുണ്ട്? അന്നത്തെ അധികം അങ്ങനെ അങ്ങക്ക് തോന്നുന്ന പോലെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പൊതുവേ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ഒരു പിന്നെ അധ്യാപകരുടെയൊക്കെ ഇപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ പിന്നെ C വാസുദേവൻ എന്ന് പറഞ്ഞൊരു അധ്യാപകൻ, എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകനായിരുന്നു. അദ്ദേഹം ഈ ദേശാഭിമാനി ബാലസംഘത്തിൽ കൂട്ടിക്കൊണ്ടുപോകാം. ഈ വായന ഇപ്പോൾ MN വിജയൻ്റെ പ്രസംഗം 6ാം ക്ലാസ്സിൽ കേൾക്കാൻ പോയിരുന്നു. പിന്നെ ചെറുകാട്, ശക്തി, ഇതിൻ്റെയൊക്കെ ഒരു അന്തരീക്ഷം പെരിന്തൽമണ്ണയിലുണ്ടല്ലോ, സാംസ്കാരിക സമ്മേളനങ്ങൾ. അപ്പോൾ അതിലൊക്കെ പങ്കെടുക്കും. പിന്നീട് ഒറ്റപ്പാലത്ത് ചെന്നപ്പോഴും അതിൻ്റെ അന്തരീക്ഷം അതിനോട് യോജിച്ചു പോകുന്നതായിരുന്നു. ഈ വള്ളുവനാടൻ പ്രദേശങ്ങൾ ഇപ്പോൾ മലയാളത്തിലെ ഈ സിനിമകളെല്ലാം തന്നെ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ കേന്ദ്രങ്ങളായി മാറി. എല്ലാ സിനിമക്കാരും വരുന്നത് നിങ്ങൾ ആ കോർണറിലേക്ക് ഷൊർണൂർ ഇറങ്ങി അങ്ങനെ ഒറ്റപ്പാലം അങ്ങനെ എന്തുകൊണ്ടാണ് അവിടെ ഇങ്ങനെ ഒരു ഇത് ഡെവലപ്പ് ചെയ്യുന്നത്? അതെനിക്ക് തോന്നുന്നത് ഈ MTയുടെ ഒരു സ്വാധീനം ഉണ്ട് തോന്നുന്നു. കുറച്ച് MTയുടെ ഒരു സാഹിത്യ സ്വാധീനം. പിന്നെ ഇപ്പോൾ നിളാ നദിയുടെ തീരങ്ങൾ ഈ ചാലിയാറിൻ്റെ പോലെ തന്നെ, പക്ഷെ അതിനേക്കാൾ കൂടുതൽ എഴുതി ഫലിപ്പിച്ചല്ലോ നിളയെക്കുറിച്ച്. അപ്പോൾ നിളാ നദിയുടെ തീരങ്ങളിലൂടെ എന്ന് പറഞ്ഞിട്ടാണ് ശ്രീ ലീലാകൃഷ്ണൻ്റെ പുസ്തകം വായിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ വായിച്ച് എനിക്കറിയാൻ. അപ്പം അതിൻ്റെ സ്വാധീനവും പിന്നെ കുറച്ചുകൂടി അതിവിപുലമായ കൾച്ചറൽ ഹെറിറ്റേജ് ഉണ്ടല്ലോ. കൾച്ചറൽ ഹെറിറ്റേജ് ഉണ്ട്. ഒരുപാട് എഴുത്തുകാർ ഇപ്പോൾ നമ്മുടെ പൊന്നാനി തന്നെ നമ്മൾ 2 പേരും അവിടുത്തെ പ്രതിനിധികളാണ്. ഇടശ്ശേരി, ഉറൂബ്, എല്ലാവരും ഉറൂബിൻ്റെയൊക്കെ ഇപ്പോൾ ശ്രീരാധാകൃഷ്ണൻ വരെയുള്ള ജനറേഷനിലെ പിന്നെ എല്ലാവരും ആർട്ടിസ്റ്റ് നമ്പൂതിരിയൊക്കെ, KCS പണിക്കർ, TK പത്മിനി, അപ്പുറത്ത് മാധവിക്കുട്ടി, അങ്ങനെ ഒരു അതെ. അപ്പോൾ അതിൻ്റെ ഒരു സ്വാധീനം സ്വാഭാവികമായിട്ടും ഭാഷയിൽ. പിന്നെ എനിക്ക് തോന്നി ഈ സിനിമയ്ക്ക് സ്വാധീനിച്ചൊരു ഘടകം ചിലപ്പോൾ വലിയ നീട്ടലും കുറുക്കലും ഇല്ലാത്തൊരു ഭാഷയാണ് അവിടെ. അതെ. പിന്നെ ഒരു അതീവ ഹൃദ്യമായൊരു സെക്യുലറിസം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പൊന്നാനിയിൽ. കുടുംബമൊക്കെ എങ്ങനെയാണ്? പിതാവ് രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു? രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. എൻ്റെ ഫാദർ അന്ന് ഇവിടെ ഒന്നും
ട്രെയിനിങ് സ്കൂൾ, എൻ്റെ വാപ്പ മലപ്പുറം ട്രെയിനിങ് സ്കൂൾ പഠിച്ചാണ്, അധ്യാപകനായിരുന്നു. അധ്യാപകനായിരുന്നു. എൻ്റെ ഫാദർ ഹെഡ് മാഷായിട്ട് റിട്ടയർ ചെയ്തു. ഇവിടെ ലാസ്റ്റ് ഇവിടെ ആയിരുന്നു. അപ്പോൾ ഈ അന്നൊക്കെ എന്ന് പറയുന്നത് ഈ പാർട്ടി ചിഹ്നങ്ങളൊക്കെ ഈ പ്ലാസ്റ്റിക്കിൽ കുത്തി, അന്നും ഇവിടെ ഒന്നുമില്ല. അപ്പോൾ എൻ്റെ ഫാദർ ഇത് അത്ഭുത സംഗതി പ്രവർത്തകനൊന്നുമായിരുന്നു. എൻ്റെ ഫാദർ അന്നൊന്നും അത്ര വലിയ ഇതില്ലല്ലോ, പക്ഷെ വലിയ പാർട്ടി ആളായിരുന്നു. എൻ്റെ വാപ്പ ചെറുപ്പത്തിൽ തന്നെ നല്ലൊരു വായിക്കുന്ന അതിൻ്റെ ഒരു കൾച്ചർ. പിന്നെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രസംഗങ്ങളൊക്കെ ചെറിയ ഈ സാഹിത്യ സമാജത്തിലൊക്കെ പ്രസംഗങ്ങൾ എൻ്റെ ഫാദർ തന്നെ എൻ്റെ പോയിൻ്റ് വന്ന് ആ പ്രസംഗം കേൾക്കാൻ വരുമായിരുന്നു. കാരണം അതിലെന്തെങ്കിലും പോയിൻ്റ് ഇന്ന മാതിരി ചെയ്യേണ്ടതായിരുന്നു എന്ന് പറയാൻ വേണ്ടി. അങ്ങനെയൊക്കെ ഉള്ളൊരു കോച്ചിങ് കിട്ടിയിരുന്നു. അത് എന്നെയും വളരെ സ്വാധീനിച്ചു. അങ്ങനെയാണ് നേരത്തെ രാമകൃഷ്ണൻ അനുഭവം പറഞ്ഞ പോലെ ഞാൻ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ വിന്നർ വരെയായി. ഈ താളത്തെക്കുറിച്ച് അങ്ങനെയൊരു ബോധ്യമുണ്ട്. അങ്ങയുടെ പ്രസംഗം ഞാൻ കേട്ടില്ല, അത് എവിടുന്നാണ്? ഞാനത് കേട്ടു. എനിക്ക് വള്ളുവനാട്ടിലെ പൂരങ്ങൾ അല്ല, ഞാൻ കേൾക്കാൻ വേണ്ടി തൃശ്ശൂർ പൂരത്തിന് പറ്റി ഓരോ ഈ നാടൻ കലകളെ പറ്റി ഫോക്ലോറിനെ പറ്റിയിട്ടൊക്കെ എൻ്റെ കയ്യിൽ നല്ല പുസ്തകങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഞാൻ വായിച്ച ചില ഓർമ്മകളുണ്ട്. നമുക്ക് പിന്നെ അങ്ങ് രാഷ്ട്രീയത്തിലേക്ക് വന്ന് രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് സജീവമായിട്ട് മറ്റ് പല രംഗത്തും ഞാനുണ്ടായിരുന്നു. എഴുത്ത് കുറേ ഉണ്ടായിരുന്നു, അങ്ങനെ പലതിലും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വേറൊരു സംഗതി ചോദിക്കുന്നത്, എൻ്റെ കൂടി അനുഭവിച്ചതാണ്, നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോയെന്ന് അറിയില്ല. നമ്മളിപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ വളരെ സമയം നമ്മൾ ചിലവഴിക്കുകയും വൈകി വരികയും ഇതൊക്കെ ആക്കുന്ന സമയത്ത് ചില കുടുംബങ്ങളിലെങ്കിലും അസൗകര്യമല്ല, അവരെ കിട്ടുന്നില്ലല്ലോ, നമ്മൾ വീട്ടിലെ കാര്യം നോക്കുന്നില്ലല്ലോ എന്നൊക്കെ ഉള്ള അത് അങ്ങനെ യഥാർത്ഥത്തിൽ എൻ്റെ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ സജീവമായി പ്രവർത്തിച്ചിങ്ങനെ പോകുന്നതാണെങ്കിൽ ഞാൻ അധ്യാപകനായിരുന്നു. കുറച്ച് കാലം അധ്യാപകനായിരിക്കുമ്പോൾ വിവാഹം കഴിക്കുന്നത്. പിന്നീട് മുഴുവൻ സമയ പ്രവർത്തകനായി ഞങ്ങൾ മാറുകയാണ്. അതിൻ്റേതായ ഒരു പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ അസ്വസ്ഥതകളെ കുറിച്ചൊരു മുന്നറിയിപ്പുള്ളതുകൊണ്ട് കുറേ അഡ്ജസ്റ്റ് ചെയ്ത് അത് പണ്ട് യോട് ചോദിച്ച പോലെ എങ്ങനെയാണ് ഉണ്ടായിരുന്ന ജീവിതം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവരോട് ചോദിക്കുമെന്ന് പറഞ്ഞു. 60 വർഷം എന്നെ സഹിച്ചു, ഇനി അവരോട് ചോദിക്കുന്നത് അതുപോലെ അവർ പറയട്ടെ എന്നുള്ള എനിക്ക്. പക്ഷേ എങ്ങനെയാണ് സഹിച്ചു പോകുന്നത്? അങ്ങയുടെ വീട്ടിൽ കുടുംബത്തിൻ്റെ ഒരു പിന്തുണ ഉണ്ട്. കാരണം അവർക്കറിയാം ഇങ്ങനെ നമ്മൾ വൈകി വരുന്നതായാലും ശരി, കാര്യങ്ങൾ അവിടുത്തെ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും ശരി, ഇതൊക്കെ അങ്ങ് നടക്കണം എന്നുള്ള ഒരു. കാരണം അവരുടെ ഈ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫും അവളുടെ കുടുംബം പാർട്ടിയായിട്ട് വളരെ ബന്ധപ്പെട്ടാണ്. അവൾ എന്നെ പഞ്ചായത്ത് ചെറുവാടിയാണ്. അപ്പോൾ അവർ ഫാദർ എന്നൊക്കെ പറയുന്നത് പാർട്ടിക്കാരനായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എന്നെ ബാഫയ്ക്ക് തങ്ങൾക്ക് പരിചയപ്പെടുത്താൻ കൊണ്ടുപോകുന്നത് എൻ്റെ വൈഫിൻ്റെ ഫാദറാണ്. അപ്പോൾ അന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. തങ്ങളെ കാണാൻ പോകുന്ന സമയത്ത് തലയിലൊരു കെട്ടൊക്കെ കെട്ടുന്നത്, തലയിലൊരു കെട്ടൊക്കെ കെട്ടി തുണിയൊക്കെ പൊക്കി കൊടുത്ത് ഭവ്യതയോടു കൂടിയാണ് തങ്ങളുടെ അടുത്തേക്ക് പോയത്. അപ്പോൾ എൻ്റെ ഫാദറിലാണ് എന്നെ കൊണ്ടുപോയിട്ട് തങ്ങൾ മക്കൾ പാർട്ടിക്കാരാണ്. പക്ഷേ എല്ലാവരും ആക്റ്റീവായിട്ടുള്ള ഈ ഭാരവാഹികളല്ല. എൻ്റെ മക്കൾ 3 പേര് ആണുങ്ങളും ഒരു പെണ്ണുമാണ്. ആ 3 പേരും ഓരോ ബിസിനസ്സുമായിട്ട് പോയി ഉള്ള ആളുകളാണ്. പക്ഷേ ആക്റ്റീവ് പാർട്ടി വർക്കേഴ്സും. പിന്നെ ഒന്ന് മോളാണ്. മോളെ കല്യാണം കഴിച്ച് അവൾ കുവൈറ്റിലാണ്, ഒരു ഡോക്ടറാണ്. അവരിപ്പോൾ കുട്ടികൾ ഇവിടെ വന്നു. അതിലെല്ലാം ദൈവം സഹായിച്ച് ഒരു പ്രശ്നമില്ല, വളരെ ഹാപ്പി ആയിട്ട് പോകുന്ന ചുറ്റുപാട്. യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മളെ ജില്ലയെക്കുറിച്ച് പറയുമ്പോൾ അതൊരു പിന്നോക്ക ജില്ലയാണെന്നുള്ളതാണ് ജനറലി ഉള്ളൊരു ഫീലിംഗ് എന്ന് പറയുന്നത്. സത്യത്തിൽ അത് ഏറ്റവും മുന്നോക്ക ജില്ലയാണല്ലോ. കൾച്ചറലി നോക്കുകയാണെങ്കിൽ അല്ല, കൾച്ചറലി ഒരുപാട് സാഹിത്യകാരന്മാർ, ഇപ്പോൾ മലയാള ഭാഷയുടെ പിതാവ് മോയിൻകുട്ടി വൈദ്യർ, ഇങ്ങനെയുള്ള അതിഭയങ്കരമായ ഒരു കൾച്ചറൽ ഹെറിറ്റേജ് യഥാർത്ഥത്തിലുള്ള ഒരു സ്ഥലമാണല്ലോ. തീർച്ചയായിട്ടും ഇത് മുഴുവൻ പ്രിസർവ് ചെയ്യുന്നതിനൊരു പദ്ധതി എല്ലാവരും കൂടി ചേർന്ന് കൂടിയാലോചിക്കേണ്ടതല്ലേ? വളരെ വലുതാണ് ശ്രീരാമകൃഷ്ണൻ പറഞ്ഞത്. പക്ഷേ ഞാനങ്ങനെ മറ്റു പല ജില്ലകളും നോക്കുമ്പോൾ ഇത്രയധികം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ലല്ല, ഇത്രയധികം